അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22 തിങ്കളാഴ്ച. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഹാറിനെ പോലെയാണ് കേരളത്തിൽ അഴിമതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിലൂടെ ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നത് വിഖ്യാതമാണ്. ഏത് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്നും സാമ്പത്തികമായി കേരളത്തിന്റെ കഴുത്ത് ഞെരിക്കുന്നവർ തന്നെ അതിന്റെ പേരിൽ ആക്ഷേപം ചൊരിയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായിയും മോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്നും രണ്ടുപേരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയാണെന്നും VD സതീശൻ. രാഹുൽ ഒളിച്ചോടിയെന്ന് മോദി പറയുന്നു, പിണറായിയും അതുതന്നെയാണ് പറയുന്നത്. ആര് എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതാത് പാർട്ടികളല്ലേ. കണ്ണൂരിൽ മത്സരിക്കുന്ന CPM നേതാക്കളോട് എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ പറയാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പിണറായിയെ ആരെതിർത്താലും അവരുടെ സമനില തെറ്റി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണെന്നും അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. ശക്തമായ ഭാരതം പടുത്തുയർത്താൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും സ്വന്തം തെറ്റുകളുടെ ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. രാജസ്ഥാനിലെ ജലോറിലെ റാലിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും നിലവിലെ PCC അധ്യക്ഷന്മാരുമടക്കം ഉന്നത കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിൽ ചേക്കേറുന്നുവെന്നും കേരളത്തിൽ LDFും സർക്കാരും ശരിയായ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. BJPയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ മുഖ്യ ശത്രുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഭക്ഷ്യവിഷബാധയെന്ന് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കേരള സന്ദർശനം റദ്ദാക്കിയെന്ന് KPCC നേതൃത്വം അറിയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം ചാവക്കാട്, കുന്നത്തൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് രാഹുൽ ഇന്ന് പ്രചാരണം നടത്താനിരുന്നത്. ഇന്നലെ ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യ റാലിയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ വിട്ടുനിന്നിരുന്നു. റാലി തുടങ്ങാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് റാലിയിൽ ശാരീരികമായി സുഖമില്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ലെന്ന വിവരം അറിയിച്ചത്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തുവരാൻ വിസമ്മതിച്ചതിനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ BJP ജയിലിലടച്ചതെന്ന് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഉൽഗുരൻ ന്യായ് റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. തല കുനിക്കുന്നതിനേക്കാൾ ജയിലിൽ പോകാൻ ഇഷ്ടപ്പെട്ട ധീരനാണ് ഹേമന്ത് സോറനെന്നും ഖാർഗെ പറഞ്ഞു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ താഴെയിറക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും എന്നാൽ ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന സന്ദേശം ഹേമന്ത് സോറന് വേണ്ടി ഭാര്യ കൽപ്പന സോറൻ വായിച്ചു. അസുഖം കാരണം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പിൽ വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട കാര്യം തനിക്കില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. സൈബർ ആക്രമണത്തിനെതിരെ പറഞ്ഞതൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലെന്നും തെളിവ് കൊടുക്കേണ്ടിടത്ത് കൊടുക്കുമെന്നും സൈബർ ആക്രമണത്തിൽ ജനത്തിന്റെ പ്രതിഷേധമുണ്ടെന്നും ശൈലജ പറഞ്ഞു. ഷാഫി നിയമ നടപടി സ്വീകരിച്ചോട്ടെയെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നേരിടേണ്ട ആവശ്യമുള്ളൂവെന്നും താൻ നിയമ നടപടി എടുക്കുന്നതുകൊണ്ട് അവരും ചെയ്യുന്നു എന്നേയുള്ളൂ എന്നും KK ശൈലജ വ്യക്തമാക്കി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്തു. രാജീവ് ചന്ദ്രശേഖർ DGPക്ക് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം നൽകിയതായും മതനേതാക്കൾക്ക് വോട്ടിന് പകരം പണം വാഗ്ദാനം ചെയ്തതായും തരൂർ ആരോപിച്ചതായും ശശി തരൂർ നടത്തിയ പരാമർശങ്ങൾ അനാവശ്യവും യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും കമ്മീഷൻ വിലയിരുത്തി. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കളയിക്കുന്നതിൽ പ്രധാനി വേണുഗോപാലെന്നും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ്. ദയവ് ചെയ്ത് രാഹുലിനെ വേണുഗോപാൽ മോശക്കാരനാക്കരുതെന്നും രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ആലപ്പുഴയിൽ വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ആരിഫ് പറഞ്ഞു. ലീഗും സമസ്തയും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുവെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. തർക്കം പരിഹരിക്കാൻ ഇരു നേതൃത്വവും ശ്രമിക്കണമെന്നും സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള യോജിപ്പ് ഇല്ലാതായി എന്നും അദ്ദേഹം പറഞ്ഞു.
ലീഗിന്റെ സെക്രട്ടറി പറയുന്നത് വിവരക്കേടും തോന്നിവാസവുമാണ്. ഇതുപോലുള്ള ആളുകളെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തി മുന്നോട്ടു പോകാനാവില്ലെന്ന് ഉമർ ഫൈസി മുഖം മുന്നറിയിപ്പ് നൽകി. ഇടതുമുന്നണിക്ക് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭ. പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ സഹായിച്ചവരെ കരുതുവാനും തിരികെ സഹായിക്കുവാനും ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വാസികളോട് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ആഹ്വാനം ചെയ്തു. സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഓർമ്മിപ്പിച്ചാണ് ആഹ്വാനം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തൃശൂർ പൂരത്തിന് ആനകൾക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതിനു പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം. പൂരം പ്രതിസന്ധിയിൽ അന്വേഷണം വേണമെന്ന് 3 മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും മാറ്റും. പോലീസ് ഇടപെടലിൽ പൂരം അലങ്കോലമായതിൽ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടുള്ള അടിയന്തര നടപടി. പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്ക് വരുന്നതാണ് പ്രശ്നമെന്നും തൃശൂർ പൂരത്തിനെതിരെ പ്രത്യേക NGOകളുടെ നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതല കൈമാറും. ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും പുറത്തായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് വാങ്ങിയ 14ാമത് ബോട്ടിന്റെയും ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും ട്രയൽ റൺ പൂർത്തിയായതോടെയാണ് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്ന് ഇന്നലെ മുതൽ സർവീസ് ആരംഭിച്ചതെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. KSRTC ജീവനക്കാർക്കെതിരെ വീണ്ടും നടപടി. 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും 40 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. മദ്യപിച്ച് ഡ്യൂട്ടിക്ക് വന്നതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഡ്യൂട്ടിക്കായി എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂവെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. കണ്ണൂർ ആറളത്തും അനധികൃത മരംമുറി. ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മരം മുറിച്ചെന്നാണ് പരാതി. വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങളും മുറിച്ചു എന്നാണ് നിഗമനം. വിഷയത്തിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ദേശാഭിമാനിക്കെതിരെ VD സതീശൻ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകി. പോൺഗ്രസ് എന്ന തലക്കെട്ടിൽ ഏപ്രിൽ 18-ന് പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയത്. നിയമവിരുദ്ധമായി പച്ചക്കള്ളം പ്രചരിപ്പിച്ച ദേശാഭിമാനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പരാതിയിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി CPI ദേശീയ സെക്രട്ടറി D രാജ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ അപലപിക്കുന്ന രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൽ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഉള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത്തരം പ്രസ്താവനകൾ വളരെ തരം താണതാണ്. പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെടുമ്പോൾ ED അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിവെക്കുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത് എന്നും D രാജ ചോദിച്ചു. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നും ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രകടന പത്രിക രൂപീകരണ സമിതി ചെയർമാനുമായ P ചിദംബരം. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്ന CPM-നെ അധികാരത്തിലെത്താൻ കഴിയില്ലെന്നിരിക്കെ ഇടതുപക്ഷത്തിന് വോട്ട് നൽകിയതുകൊണ്ട് എന്ത് ഗുണം എന്ന് കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കണമെന്നും ചിദംബരം പറഞ്ഞു. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ തിഹാർ ജയിലിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ആവർത്തിച്ച് ഭാര്യ സുനിത കെജ്രിവാൾ. കെജ്രിവാളിന് ഇൻസുലിൻ നൽകാതെ തിഹാർ ജയിലിൽ അധികൃതർ വധിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിച്ചു. റാഞ്ചിയിലെ ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. NDAയിലെ ഏക മുസ്ലിം MP RJDയിൽ ചേർന്നു. LPG MP ആയിരുന്ന മെഹബൂബ് അലി കൈസറാണ് RJDയിലേക്ക് മാറിയത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇത്തവണ ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് മെഹബൂബ് അലി പാർട്ടി മാറിയത്. നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണച്ചവർ പിന്മാറിയതോടെ സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംബാണിയുടെ പത്രിക തള്ളി. കഴിഞ്ഞ ദിവസം നിലേഷിനെ നിർദ്ദേശിച്ച 3 പേരെയും കാണാനില്ലെന്ന് കാണിച്ച് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. മണ്ഡലത്തിൽ പകരം സ്ഥാനാർത്ഥിയായി നിലേഷിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സുരേഷ് പദ്ലസയുടെ പത്രികയും തള്ളി. സുരേഷിന്റെ ഏക നിർദ്ദേശകൻ പിന്മാറിയതോടെയാണിത്. ഇതോടെ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ശ്രീലങ്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന മോട്ടോർ സ്പോർട്ട് പരിപാടിക്കിടെ കാണികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി 7 പേർ മരിച്ചു. 21 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴ മൂലം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രവർത്തനം തടസ്സപ്പെട്ടതിലും യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യങ്ങളിലും ഖേദം പ്രകടിപ്പിച്ച് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്സ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തിരികെ എത്തിക്കുന്നതിനായി ദുബായ് വിമാനത്താവളത്തിലെ സംഘം നിരന്തരം പരിശ്രമിക്കുകയാണെന്നും ഈ പ്രതിസന്ധി നേരിടുന്നതിനും യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും എല്ലാ പങ്കാളികളും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ദുബായിലെ മുഹൈസിന 4-ലെ ബഹുനില കെട്ടിടം ഒരു വശത്തേക്ക് ചെരിഞ്ഞു. വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ദുബായ് പോലീസും ദുബായ് സിവിൽ ഡിഫൻസ് സംഘവും മലയാളികളടക്കമുള്ള 100-ലേറെ കുടുംബങ്ങളെ കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചു. രാത്രി 8:30 ഭൂചലനം പോലെ അനുഭവപ്പെട്ടതായി താമസക്കാരിലൊരാൾ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കൊല്ലാൻ റഷ്യയുടെ രഹസ്യ പദ്ധതിയെന്ന് ആരോപണം. ഇതിനായി വിവരം ശേഖരിക്കാൻ റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസുമായി ബന്ധം പുലർത്തിയ ചാരനെ അറസ്റ്റ് ചെയ്തതായി പോളണ്ട് അറിയിച്ചു. യുക്രൈൻ സുരക്ഷാ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പോളണ്ട് പോലീസ് ചാരനെ പിടികൂടിയത്. IPL-ൽ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 1 റണ്ണിന്റെ നാടകീയ തോൽവി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുന്നോട്ട് വെച്ച 223 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് 20-ാം ഓവറിലെ അവസാന പന്തിൽ 221 റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. അവസാന ഓവറിൽ RCBക്ക് ജയിക്കാൻ വേണ്ടിയിരുന്ന 21 റൺസിലേക്ക് മിച്ചൽ സ്റ്റാർക്കിനെ 3 സിക്സ് പറത്തി കരൺ ശർമ്മ ഞെട്ടിച്ചുവെങ്കിലും മത്സരാന്ത്യം കൊൽക്കത്ത 1 റണ്ണിന് വിജയിക്കുകയായിരുന്നു. IPL-ൽ ഇന്നലെ നടന്ന 2ാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 3 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന് 142 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 5 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യത്തിലെത്തി. 18 പന്തിൽ 36 റൺസ് നേടിയ രാഹുൽ തെവാട്ടിയയുടെ ഫിനിഷിംഗിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് വിജയമുറപ്പിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.